യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ക്രിസ്തീയ കൂട്ടായ്മ, ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിനോട് മാത്രമേ ബന്ധമുള്ളൂ, മറ്റുള്ളവരൊന്നും എനിക്ക് നോക്കേണ്ട യാതൊരു കാര്യവുമില്ല, ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, എനിക്കതാണ് സൗകര്യം. ഇങ്ങനെയുള്ള ചിന്തകൾ അത് ദൈവികമല്ല, അല്ലെങ്കിൽ ദൈവോചനപ്രകാരമല്ല എന്ന് തെളിയിക്കുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള അനേക മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് ദൈവവചനം നമ്മോട് പറയുന്ന പോലെ നമുക്ക് ജീവിക്കുവാനോ ആത്മീയമായ സന്തോഷം അനുഭവിക്കുവാനോ നമുക്ക് കഴിയില്ല. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഞാൻ കാണുന്നതായ അല്ലെങ്കിൽ ഞാൻ അറിയുന്നതായ പല ആളുകളും, അവർക്ക് വിശുദ്ധ വേദപുസ്തകം കാണാതെ അറിയാം, ഉപദേശങ്ങൾ നല്ലവണ്ണം അറിയാം, അവർക്ക് വർഷങ്ങളുടെ പാരമ്പര്യമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവരിൽ യാതൊരു വിധമായ ആത്മീക സന്തോഷവും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ ആഭരണത്തെക്കുറിച്ച് സംസാരിക്കും, അവർ കൂടിയ വസ്ത്രം ധരിക്കുന്നതിനെ വിമർശിക്കും, അവർ ആരാധനയുടെ ചിട്ടവട്ടങ്ങൾ അല്പം ഒന്ന് വ്യത്യാസപ്പെട്ടു പോയാൽ വളരെയധികം കോപത്തോടുകൂടെ സംസാരിക്കും. പക്ഷേ അവർക്ക് ആത്മീക സന്തോഷം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ആത്മീയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരാൾ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന സന്തോഷം എത്ര വലുതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അനേക ആളുകൾ, അനേക ദൈവമക്കൾ, അവർ ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്നവരാണെങ്കിൽ അവരുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൂളിംഗ്, ആ ഒരു തണുപ്പ്, ആ ഒരു നന്മ, ആ ഒരു അനുഗ്രഹം നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പക്ഷെ ഇന്ന് അനേക ആളുകളും ഇപ്രകാരം അവർ ഗൗരവമുള്ള ഒരു ആത്മീയജീവിതം നയിക്കുന്നു എന്ന് അവരിൽ തന്നെ അഭിമാനിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ യഥാർത്ഥമായിട്ടും അവർ ആത്മീയ സന്തോഷം അനുഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത്, നമുക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും, അതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കണ്ടേ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർ ചിന്തിക്കുന്നു, എനിക്ക് മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. പക്ഷേ അവരോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ, അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പോകരുത്, അവരെ സ്നേഹിപ്പീൻ എന്നല്ലേ കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹത്തോടെ കാണണമെന്നല്ലേ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. യേശുക്രിസ്തു ഈ കാലത്തായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ ജനറേഷൻ അല്ല, അല്പം മുമ്പത്തെ ജനറേഷൻ ആണെങ്കിൽ പോലും വളരെ വിമർശനത്തോടു കൂടി മാത്രമേ യേശുക്രിസ്തുവിനെ കാണുകയുള്ളൂ. കാരണം യേശുക്രിസ്തു ചുങ്കക്കാരോടും പാപികളോടും ഇന്ന് സമൂഹത്തിൽ കാണുന്ന വളരെ മേച്ചമായി നടക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയി അവരോടുകൂടെ സംഭാഷിക്കുകയും അവരോടുകൂടെ ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? യേശു ലോകരെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. പക്ഷെ കർത്താവ് എന്താണ് വെളിപ്പെടുത്തിയത്? കർത്താവ് വെളിപ്പെടുത്തിയത് നമ്മൾ ദൈവവചനത്തെ പാലിക്കുകയും ദൈവം നമ്മോട് പറയുന്ന പോലെ ജീവിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം. വിശുദ്ധ ബൈബിളിൽ ഏതാണ്ട് 20 പ്രാവശ്യത്തോളം നമ്മൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് വളരെ ഊന്നൽ കൊടുത്ത് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇന്നലെ നമ്മൾ കണ്ടു, സ്നേഹിക്കപ്പെട്ടവർ മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ ആദ്യമേ ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പ്രാപിച്ചു. ആ സ്നേഹത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. ആ സ്നേഹം എന്താണെന്നുള്ളതും ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചല്ലോ. അഗപ്പെ സ്നേഹമാണ്, വ്യവസ്ഥയില്ലാത്തതായ സ്നേഹം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അവർ നമ്മെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവരെ സ്നേഹിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനല്ല, നമ്മൾ അവരെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കണം. ശത്രുക്കളായിരിക്കുമ്പോഴേ, ക്രൂശിന് വൈരികളായിരിക്കുമ്പോഴേ നമ്മെ കർത്താവ് യേശുക്രിസ്തു സ്നേഹിച്ചെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കൺസേൺഡ് അല്ല, എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിനോട് മാത്രമാണ് ബന്ധം എന്ന് പറയുന്നതായ ആളുകൾ പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ, അതായത് കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ആധികാരികത നമ്മൾ ലോകത്തെ അറിയിക്കുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയാണ്.
അതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. എങ്കിലും ഇന്നൊരു വാക്യത്തെ മാത്രമാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 തിമോഥെയോസ് 4:16 വാക്യം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. സാധാരണയായിട്ട് ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഉപദേശം എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കുന്നത്. ഡോക്ട്രിൻസ് എന്നുള്ള വിഷയത്തിലാണ്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. വിദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളൊരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഒരു ദൈവപൈതലാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ പോകുന്ന സഭ ഏതാണ്, അതിൻ്റെ ഡോക്ട്രിൻസ് എന്താണ്? കാരണം അവർ ഡോക്ട്രിൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായ ഉപദേശത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ അതിൽ തന്നെ ഇവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഡോക്ട്രിൻസ് മാത്രമല്ല, ഉപദേശങ്ങൾ മാത്രമല്ല, നീ സൂക്ഷിച്ചു നിൽക്കേണ്ടതും ഉറച്ചു നിൽക്കേണ്ടതും നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. അതിനർത്ഥം എന്താ? നിന്നെ തന്നെ, നീയാകുന്ന വ്യക്തിത്വം അത് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ജീവിക്കണം. അടുത്തതാണ് ഉപദേശം എന്ന് പറയുന്നത്. അതിനർത്ഥം നമ്മൾ ഉപദേശം പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതം ആ ഉപദേശത്തിന് അനുസരിച്ചായിരിക്കണം. പലപ്പോഴും പല ആളുകളും ഉപദേശം പറയും, ബട്ട് ദേ ആർ നോട്ട് ഷോവിങ് ലവ്. അവർ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നില്ല. മറിച്ച് മറ്റുള്ള എല്ലാവരെയും നമുക്ക് പുഞ്ചിരിയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും കാണുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പണമോ നമ്മളുടെ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളല്ല അവർ വ്യക്തമായും ആവശ്യപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും നമുക്ക് അവർക്ക് സമ്മാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം വരുത്തും എന്നറിയാമോ? വളരെ ദുഃഖിതനായി കടന്നു വന്ന ഒരു മനുഷ്യൻ, അവൻ ദുഃഖിതനാണ്, അവൻ നിലത്ത് കുനിഞ്ഞു നടന്നു പോകുന്നു. നമ്മൾ അയ്യോ ഭാവം വയ്ക്കുന്നു, അയ്യോ അതേ ഒരു പാവമാണ്, എന്തോ ഒരു വിഷയത്തിൽ അദ്ദേഹം ഭാരപ്പെടുന്നു. നമ്മൾ അവരെ മറികടന്നു പോകും. നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള അല്പമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് ഒരു വ്യത്യാസം കൊടുക്കുവാൻ നമ്മൾ എന്താണ് ചെയ്തത്? ആ വ്യക്തിയോട് നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയാൻ സാധിക്കുന്നുണ്ടോ? അല്ല, സഹോദര എന്തുകൊണ്ട് വിശേഷം, എവിടെയാ താമസിക്കുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു ചിരി സമ്മാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് യേശുക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അകപ്പെ സ്നേഹം വെളിപ്പെടുത്തണം ഏതൊരു വ്യക്തിയോടും. അതായത് ഉപദേശത്തെ മാത്രമല്ല, നമ്മെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളിൽ നിന്നും കർത്താവിൻ്റെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നില്ലെങ്കിൽ എത്രത്തോളം ഉപദേശം അറിയാം എന്ന് വരികിലും എത്ര വലിയ സഭയിൽ, അത് എത്ര വർഷം പഴക്കമുള്ള ഒരു സഭയിലാണ് നിങ്ങൾ കൂടി നടക്കുന്നെങ്കിലും യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല. അതെ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെയും സ്നേഹിക്കണം. ചില ആളുകൾ പറയാറുണ്ട് അത് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം ആണ് എന്നുള്ളത്. അത് മാത്രമല്ല, മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കുവാൻ ഇടയായിത്തീരണം. കുറേ നാൾ മുമ്പ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായി. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരായ ആളുകളെ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണം, അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. ദൈവം അതിനു വേണ്ടി ചില വഴികളൊക്കെ തുറന്നു. ഞാൻ അപ്രകാരമുള്ള ഒരു മീറ്റിംഗ് വയ്ക്കുവാനിടയായി തീർന്നു. പക്ഷേ ഏതാണ്ട് 30 കുട്ടികൾക്ക് സഹായങ്ങൾ ഞാൻ ഒരുക്കിയപ്പോൾ ഒരു വ്യക്തി, ഒരു വിശ്വാസി അല്ല, ഒരു ശുശ്രൂഷകൻ എന്നവണ്ണം നിൽക്കുന്നത് ആൾ എന്നോട് ചോദിച്ചു, ഈ പണം ദൈവം തന്നല്ലേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. പിന്നെന്തിനാ അത് വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് വിശ്വാസികൾക്ക് മാത്രമായി കൊടുക്കുന്നത്? കർത്താവ് സ്നേഹിക്കുന്നത് വിശ്വാസികളെ മാത്രമല്ല, കർത്താവ് സ്നേഹിക്കുന്നത് എല്ലാവരെയുമാണ്. നമ്മൾ ആ കാര്യം മറന്നു പോകരുത്. എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണോ? ലോകത്ത് മഞ്ഞ് പെയ്യിപ്പിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണോ? ലോകത്ത് സൂര്യൻ ഉദിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല, എല്ലാവർക്കും വേണ്ടി ദൈവം അതെല്ലാം നൽകുന്നു. കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ അതിനർത്ഥം കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് അവർ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി എന്നുള്ളതല്ല. മറിച്ച് അതേ സ്നേഹത്തോടെ കർത്താവ് അവരോട് പറയുന്നു, നമ്മൾ പാപികളാണ്, നമ്മൾ പാപം ചെയ്തിരിക്കുന്നു, ആ പാപത്തിനുള്ള പരിഹാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ പാപപരിഹാര പ്രവൃത്തിയെ വിശ്വസിച്ച് അവങ്കിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം സന്തോഷവും സമാധാനവും ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയും. പാപത്തിൻ്റെ പിടിയിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെട്ടത് ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയും. അതിലേക്കാണ് കർത്താവ് നമ്മളെല്ലാവരും വിളിക്കുന്നത്.
അല്ലാതെ കുറേ പേരെ നശിപ്പിച്ചിട്ട് കുറച്ചുപേരെ രക്ഷിക്കണമെന്നുള്ള കടുംപിടുത്തക്കാരനല്ല ദൈവം. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്, എല്ലാവരും ദൈവത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഗപ്പെ സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരണം. ദൈവം മറ്റെല്ലാവരെയും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ആ ദൈവസ്നേഹം നമ്മളിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കേണ്ടത്. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. വാസ്തവമായിട്ടും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും മറ്റുള്ളവരെ ദൂഷിക്കുകയും ചെയ്യുന്ന നമുക്ക് അയ്യോ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. വാസ്തവമായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇല്ലെങ്കിൽ ഇന്ന് ഒരു പുതിയ സമർപ്പണത്തിലേക്ക്, ഒരു പുതിയ തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ സന്ദേശം കേൾക്കാറുണ്ടെങ്കിലും ഇന്ന് വളരെ വ്യത്യസ്തമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹം അഗപ്പെ സ്നേഹമാണ്, വ്യവസ്ഥ ഇല്ലാത്തതായ സ്നേഹമാണ്. ആ സ്നേഹം ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും ദൈവത്തെങ്കിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധികാരികതയെ കാണിക്കുന്നതാണ് ഞങ്ങളിന്ന് പുറപ്പെടുന്ന ദൈവസ്നേഹം. അതിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളോടൊപ്പം ആത്മീയ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.